ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളോട് വൈരാഗ്യമുള്ള ആരോ ഇതിന് പിന്നിലുണ്ടെന്ന് ഉറപ്പാ. അതെ മഹേട്ടാ, അത് ഉറപ്പാ. ഗംഗേ, എന്റെ മോളെയും നിന്നെ ഉപദ്രവിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ചിലരെ സംശയമുണ്ട്. ഞാനത് ഉറപ്പിച്ചിട്ട് നിന്നോട് പറയാം. ശരി. ഇവർക്കെന്താ പറ്റിയ? ഇവരെന്താ ഇങ്ങനെയായ? അപ്പോ ഗംഗയെ രക്ഷപ്പെട്ടു കാണും. അവിടെ കണ്ണിപ്പെടാതെ മാറി നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. എഴുന്നേക്കടോ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. നിനക്കുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തന്നു ശ്രേയെ. അവക്കത് വേണം ഗംഗേ. എന്നാലും ചേച്ചി, എനിക്കെന്തോ ശ്രേയിച്ച് ബോധം കെട്ട് കിടക്കുന്നു അറിഞ്ഞപ്പോ സങ്കടം തോന്നി. നീ ഇങ്ങനെ പാവം ആവല്ലേ ഗംഗേ. സത്യത്തിൽ അവള് മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക വേണ്ടത്. അങ്ങനെയൊന്നും പറയാതെ ചേച്ചി, എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിലൊരംഗമല്ലേ. ആ പരിഗണന ശ്രേയ നിനക്ക് തരുന്നുണ്ടോ? ഇല്ലല്ലോ. എത്ര തവണ നിന്നെ കൊല്ലാൻ അവൾ ആളെ വിട്ടു. എത്രയോ വട്ടം അവള് നേരിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഇപ്പൊ നീ എന്തിനാ ഗംഗയെ വിഷമിക്കുന്നേ? സത്യത്തിൽ ശ്രേയയുടെ അവസ്ഥയിൽ എനിക്ക് സന്തോഷം. ശ്രേയച്ചിക്ക് ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ ചേച്ചി? എന്ത് സംഭവിക്കാൻ, ബോധം പോയെന്നേ ഉള്ളൂ. അല്ലാതെ അവള് മരിക്കൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും അവക്കങ്ങനെ എളുപ്പത്തിലുള്ള ഒരു മരണമൊന്നും കിട്ടില്ല. അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തിട്ടുള്ളവളാ. നന്നായി അനുഭവിച്ചിട്ടേ ഈ ഭൂമി വിട്ടു പോവും. നിന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിച്ച് കൂടെ നിർത്തല്ല വേണ്ടത്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം ഗംഗേ. ഇതൊക്കെ നീ എന്നാ പഠിക്കുന്നേ? എത്രയൊക്കെ ദ്രോഹിച്ചാലും ഞാൻ ശ്രേയച്ചിയും എന്റെ ചേച്ചിയായിട്ടാ കാണുന്നേ. ഒരിക്കൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മനസ്സിലാക്കി ശ്രേയച്ചി മാറുന്ന തന്നെയാ എന്റെ വിശ്വാസം. എനിക്ക് ആ വിശ്വാസം തീരെയില്ല. അങ്ങനെ മനസ്സ് മാറുന്നതൊക്കെ മനുഷ്യർക്ക്. ശ്രേയെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളല്ല. ഏതായാലും ഈ ഷോക്ക് ഏറ്റതിന്റെ പേരിൽ അവള് മരിക്കില്ല, അതുറപ്പാ. ഇത് അവള് ചെയ്യുന്ന ക്രൂരതകൾക്കുള്ള ചെറിയ ശിക്ഷ മാത്രം. വലിയ വലിയ ശിക്ഷകൾ പിന്നാലെ വരും. നീ അതൊക്കെ മനസ്സിൽ നിന്ന് കള. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ ചേച്ചി? നാളെ മാളുവിന്റെ പിറന്നാളാ. ആണോ? അതെ. മഹിയേട്ടനും മാളുവും ആ ദിവസം മറന്നുപോയെന്നാ തോന്നുന്നത്. നീ വേണം അവരെ അത് ഓർമ്മിപ്പിക്കാൻ. മാളുവിന്റെ പിറന്നാള് നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ ചേച്ചി. ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നീ എന്റെ മോളെ ക്ഷേത്രത്തിലൊന്ന് കൊണ്ടുപോണം ഗംഗെ. അവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും കൊണ്ടുപോവാൻ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ സ്ഥാനത്തുനിന്ന് അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തോളാം. മാളുവിന് നല്ല പിറന്നാൾ സദ്യ ഒരുക്കി കൊടുക്കാം. എന്റെ മാളുവിന് നീ ഒരു കുറവും വരുത്തില്ലെന്ന് എനിക്കറിയാം. എന്നേക്കാൾ ഭംഗിയായി നീ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. അവള് നമ്മുടെ മോളല്ല ചേച്ചി. ഈ ദിവസം ഞാൻ മുൻകൂട്ടി കണ്ടില്ലല്ലോ എന്നതാ എന്റെ സങ്കടം. അത് നിന്റെ കുഴപ്പമല്ലല്ലോ. പിന്നെ നീ അറിയേണ്ട സമയത്ത് കാര്യങ്ങൾ നിന്നെ അറിയിക്കാൻ ഞാൻ നിനക്കൊപ്പം ഉണ്ട് ഗംഗെ. നാളെ നമുക്ക് മാളുവിന് സർപ്രൈസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ പറയാം. മാളുവിനത് വലിയ സന്തോഷാവും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു അത്. എനിക്ക്
എനിക്കതൊക്കെ എന്നേക്കുമായി നഷ്ടമായി. ചേച്ചിയുടെ ആഗ്രഹങ്ങളെല്ലാം എന്നിലൂടെ സാധിക്കാമല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതെ, നീ സന്തോഷിക്കേണ്ട സമയം തന്നെയാ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തൊടാൻ സാധിക്കില്ലെങ്കിലും കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അത് മതി. മാളു, മോളെ, മാളു എഴുന്നേക്ക്. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ മാളു. ഇന്നാണ് എന്റെ പിറന്നാള്. അതെ, ഇന്ന് എന്റെ മോളുടെ പിറന്നാള്. ആ ശരിയാണല്ലോ, മാളുവിന്റെ പിറന്നാൾ ഇന്നാണല്ലോ. ഞാനതങ്ങ് മറന്നു. ഛെ, പക്ഷേ എനിക്ക് എന്റെ മോളുടെ പിറന്നാള് മറക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു ഗംഗേ. എങ്ങനെയാ മാളുവിന്റെ പിറന്നാൾ എന്താണെന്ന് അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ മാളുവിന്റെ അമ്മയല്ലേ മഹിയേട്ടാ, അപ്പൊ പിന്നെ ഞാൻ അറിയാതിരിക്കോ? നിന്റെ ഈ അമ്മ വേഷം കെട്ടല് അധികം മുന്നോട്ട് പോയില്ലടി. ഞാനത് സമ്മതിക്കില്ല. വേഗം രണ്ടാളും കുളിച്ച് റെഡിയാവ്. നമുക്ക് ക്ഷേത്രത്തിൽ പോണം. മാളുവിന്റെ പേരില് വഴിപാടുകൾ നടത്താനുണ്ട്. ശരിയാ, വേഗം റെഡിയാവും മോളെ. ശരി അച്ഛാ. അച്ഛന്റെ മാളൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു അച്ഛാ. ആ പെട്ടെന്ന് മോളെ റെഡിയാക്കി കഴിഞ്ഞേ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. ശരി മഹിയേട്ടാ. എനിക്ക് ഒത്തിരി സന്തോഷായി ഗംഗേ. ആഹാ, ഇനി എല്ലാ ദിവസവും എന്റെ മാളുവിന് സന്തോഷായിരിക്കും. ഞങ്ങളൊന്ന് ക്ഷേത്രം വരെ പോയിട്ട് വരാം. ആഹാ, നല്ല കാര്യമാണല്ലോ മോനെ. നിന്റെ ഈ മാറ്റം അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. ഇന്ന് മാളുവിന്റെ പിറന്നാളാ, അതാ മോളെയും കൂട്ടി പോയി തൊഴുതിട്ട് വരാന്ന് കരുതിയത്. ആഹാ, ഇന്നാണോ മോളുടെ പിറന്നാള്? അതെ. ആ, അയ്യോ, ഞാനത് മറന്നല്ലോ മോനെ. ഞാനും ഓർത്തില്ലായിരുന്നു, ഗംഗയാ രാവിലെ ഓർമ്മിപ്പിച്ചത്. ഗംഗ എങ്ങനെയാ മാളുവിന്റെ പിറന്നാൾ ഓർത്തത്? എന്റെ മോളല്ലേ, അപ്പൊ ഞാൻ അറിയാതിരിക്കില്ല. ഏതായാലും നന്നായി. നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ. എന്റെ പ്രാർത്ഥന എപ്പോഴും മാളുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനും നിങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കണ്ടോ, മാളുവിന് നമ്മളോട് സ്നേഹമുണ്ട്. ഇനി നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ മാളു. നല്ല കുട്ടികള് മുതിർന്നവരെ കളിയാക്കില്ല. എന്റെ മാളൂട്ടി നല്ല മിടുക്കി കുട്ടിയല്ലേ. അതൊന്നും സാരമില്ല ഗംഗെ, മാളു കുട്ടിയല്ലേ. എന്നാ നമുക്ക് പോവാം, ഇപ്പൊ തന്നെ വൈകി. ശരി, പോയിട്ട് വരാമേ. ചെല്ലേ. ആ കുട്ടിപ്പിശാശിന്റെ നാവ് നിയന്ത്രിക്കണം ആന്റി. ഇതിനൊക്കെ നമുക്ക് പകരം വീട്ടാൻ ശ്രേയേ. അതെ, ഇനി അത് വൈകിക്കൂടാ. 3 പേരുടെ ഈ ഒന്നിച്ചുള്ള കറക്കത്തിന് ഒരവസാനം ഉണ്ടാക്കണം. മാളുവിനെ ഇട്ട് തന്നെ ഗംഗയോട് പകരം വീട്ടണം. അത് ഗംഗയ്ക്കും മഹിക്കും ഒരുപോലെ വേദനിക്കും. ശരി ആന്റി, മാളുവിന്റെ പേര് പറഞ്ഞ ഗംഗ മഹിയേട്ടന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളെല്ലാം മറന്ന മാളുവിന്റെ പിറന്നാള് അവള് കണ്ടെത്തി. മഹിയേട്ടന് അവളോടുള്ള താല്പര്യവും കൂടി. ഇതൊക്കെ ഇവൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഗംഗയ്ക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഗൗരി ഉണ്ടല്ലോ. ഗൗരിയുടെ ആത്മാവ് ഒപ്പം ഉള്ളതാണ്
ഗംഗയുടെ ശക്തി. അവരൊന്നിക്കുന്നത് നമുക്ക് ദോഷമെന്നാ തോന്നി. അതുകൊണ്ട് ഇതിനൊക്കെ ഉടനെ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഞാൻ ഏതായാലും ആ മന്ത്രവാദിനെ പോയിന്ന് കാണാം. മാളൂനും ഗംഗയ്ക്കുള്ള പണി അവര് പറഞ്ഞുതരും. സൂക്ഷിച്ചു വേണം. ശരി ആന്റി. അമ്മ വാ. വാ. ആ ശരി പോയി. ആ മാളൂട്ടി എത്തിയോ? പിറന്നാളായിട്ട് ഇന്നത്തെ പ്രത്യേക പൂജ മാളൂന് വേണ്ടിയാ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ പ്രസാദം എടുത്തു തരാം. അല്ല, തിരുമേനിക്ക് ഇന്ന് മാളുവിന്റെ പിറന്നാളാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇന്നത്തെ ദിവസം രാവിലെ മുതൽ സർപ്രൈസ് ആണല്ലോ. തിരുമേനിയോട് ഞാൻ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു പ്രത്യേകം പൂജ വേണമെന്ന്. എങ്ങോട്ട് ഞാൻ എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞാലും അത് ഗംഗയെ പുകഴ്ത്തുന്ന പോലെയാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക്സ് ലോട്ട്. അയ്യോ, എന്തിനാ മഹിയേട്ട താങ്ക്സ് ഒക്കെ? ഇതൊക്കെ എന്റെ കടമയല്ലേ. അല്ലേലും ഗംഗ പൊളിയല്ലേ. നിങ്ങൾക്കൊരു സത്യം അറിയോ? അതെന്താ ഞങ്ങൾക്കറിയാത്ത ആ സത്യം? ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ഗംഗ എനിക്ക് അമ്മയെ കിട്ടിയത്. ഞാൻ ശ്രീ മഹേശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗംഗ എനിക്ക് അമ്മയെ തരണേന്ന്. എനിക്കറിയായിരുന്നു എന്നെ അച്ഛനെയും ഗംഗ നന്നായി നോക്കൂന്ന്. അതുകൊണ്ടാ ഞാൻ ഗംഗയെ തന്നെ അമ്മയെ വേണമെന്ന് പ്രാർത്ഥിച്ചത്. അതെനിക്കറിയാലോ, മാളു പ്രാർത്ഥിച്ചുകൊണ്ട് മാത്ര നമ്മളിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന്. അച്ഛാ, ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? ആ, എൻ്റെ മാളുട്ടിക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. വിതിൻ സെക്കൻഡ്സ് അച്ഛൻ മാളുവിന് വാങ്ങിത്തരും. ഓക്കെ, ഇനി ഗംഗ എനിക്ക് എന്താ തരാ? മാളുവിന് ഞാനൊരു ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ മാളു എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്തുതരും. പോരെ? ഞാൻ പറയട്ടെ? പറയേ. ആ, എന്താ ഗംഗ ഇവളെന്താ പറഞ്ഞേ? അത് കേട്ടപ്പോ എനിക്കൊരു നാണവും ചമ്മലും ഒക്കെ. അത് ഞാൻ പിന്നെ പറയാം മഹേട്ടാ. എന്താ ഇത്ര സസ്പെൻസ്? പറയേ. അത് മാളു ഒറ്റയ്ക്കിരുന്ന് മടുത്തൂന്ന്. കൂട്ടിന് ആരുമില്ലാന്ന്. കൂട്ടിന് നമ്മളൊക്കെ ഇല്ലേ? അതല്ല, പിന്നെ മാളുവിന് ഒരു അനിയൻകുട്ടനോ അനിയത്തിക്കുട്ടിയോ വേണമെന്ന്. പോകാം. ആരും ഒന്നും പറഞ്ഞില്ല. ഇതൊന്നും അമ്പലത്തിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങളല്ല മോളെ. നമുക്ക് വീട്ടിൽ പോയിരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം. പോരെ? പോവാം. മതി. വാ. പൂക്കളവാതിൽ
പൂക്കൾ സ്നേഹം വിടർത്തുന്നു പൂന്തിങ്കളാളുണ്ട് വാ. രാഹുലേ, ആ എന്താ ആന്റി? രാഹുൽ എങ്ങോട്ടാ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ. അത് മനസ്സിലായി, നീ പുറത്തേക്കാ പോകുന്നേന്ന്. അതെങ്ങോട്ടാണെന്നാ ചോദിച്ചേ. ഇന്ന് മാളുവിന്റെ ബർത്ത്ഡേ അല്ലേ, അതിന് ചെറിയൊരു ഫംഗ്ഷൻ എങ്കിലും വേണ്ടേ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോഴല്ലേ അറിഞ്ഞത്, അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓ, അതിനു മുൻപ് ഇതൊക്കെ അറിഞ്ഞോ? ആരാ പറഞ്ഞത്? രാജി പറഞ്ഞതാ. ഗംഗ രാജിയോട് പറഞ്ഞിരുന്നു. അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു. നമ്മള് മാത്ര ഈ എക്സ്പയർഡ് 7ാം കൂലികള്. ആന്റി, ഇന്നൊരു നല്ല ദിവസമാണ്. കുറച്ചൊക്കെ ഒന്നൊതുങ്ങാം. എന്നെ ഒതുക്കാൻ നീ നോക്കണ്ട രാഹുലെ. അവൻ എന്നെ ഒതുക്കാൻ വന്നേക്കുന്നു. നാണോ ഇല്ലല്ലോ രാഹുലെ? ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ ഓരോ കാര്യത്തിനും നിഴല് പോലെ നിന്നിട്ട് നിന്ന നിപ്പിലൊരു മലക്കൊന്ന് മറിഞ്ഞില്ലേ? എടാ, ഓന്ത് പോലും നാണിച്ചു പോകും നിന്നെ കണ്ടിട്ട്. അതുപോലല്ലേ നീ അങ്ങ് മാറിക്കളഞ്ഞത്? ആന്റി, നിങ്ങളോടൊപ്പം നിന്ന് പല കൊള്ളരുതായ്മകളും ഞാൻ ചെയ്തിട്ടുണ്ട്, പലരെയും ദ്രോഹിച്ചിട്ടുമുണ്ട്. സത്യത്തില് അതിനെല്ലാം എനിക്ക് നല്ല പണി കിട്ടേണ്ടതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ ഒഴിവാക്കി. ഞാൻ ദ്രോഹിച്ചവരെല്ലാം എന്നോട് ക്ഷമിച്ചു. ഞാൻ ചതിക്കാൻ നോക്കിയ രാജി വരെ എന്നോട് ക്ഷമിച്ചെന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു. ഇതെല്ലാം എന്റെ മുമ്പിൽ നടക്കുമ്പോ ഒരല്പമെങ്കിലും മനുഷ്യപ്പറ്റ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ മാറണ്ടേ? നിനക്ക് നാണോ ഇല്ലേ രാഹുൽ ഇങ്ങനെ പറയാൻ? സത്യം പറഞ്ഞാൽ നീ ഇപ്പൊ ഒരു പെങ്കോത്തനായി മാറിക്കഴിഞ്ഞു. ഇനി നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ അവളുടെ പാവാടച്ചരടിൽ പിടിച്ചോണ്ട് നടക്ക്. പെൺകോന്തൻ കൊള്ളാം. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അവളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ പേര് പെൺകോന്തൻ എന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെയാണ്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാൻ തോന്നുന്നില്ലേ രാഹുലെ? ഇല്ല ആന്റി, ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. തെറ്റുകളിൽ നിന്ന് മാറി നന്നാവാനുള്ള ഒരു നിമിഷം. ആ ഒരു പോയിന്റിൽ ജീവിതത്തെ പോസിറ്റീവായിട്ട് കണ്ട് നന്നാവുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടും. എനിക്കും വന്നു അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ്. എന്റെ കുഞ്ഞ്. അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് നീ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതോ? ആ അതെ, ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ പോകെ പോകെ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്റെ കുഞ്ഞ്, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ അതിനെ വെറുക്കുന്നതെന്ന്. പതിയെ ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി. എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം രാജിയിലേക്ക് പടർന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, സ്നേഹം എന്താണെന്നും അത് കിട്ടാനും നിലനിൽക്കാനും എങ്ങനെയും മാറി തുടങ്ങണമെന്നും. ഞാൻ മാറി. എനിക്കിപ്പോ നല്ല സമാധാനമുണ്ട്. സമാധാനത്തോടെ ചിന്തിക്കാം, പ്രവർത്തിക്കാം, ഉറങ്ങാം. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ കുറെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് എന്താ കാര്യം? എന്ത് നേട്ടം? പണം ഉണ്ടെങ്കിലേ എന്ത് നേടാൻ രാഹുലെ? നീയും മഹിയുടെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചോനല്ലേ? അതെ, മോഷ്ടിച്ചു. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയോ? ഇല്ലല്ലോ. ആന്റി പറഞ്ഞതുപോലെ പണം കൊണ്ട് നേടാം. അത് പക്ഷേ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള പണം കൊണ്ടാവണം, അല്ലാതെ മറ്റുള്ളവരുടെ പണം കൊണ്ടാവരുത്. ഞാനീ പറയുന്നത് ഉപദേശമായിട്ടൊന്നും ആന്റി കണക്കാക്കണ്ട. പക്ഷെ ഇതൊരു അവസരമാണ് ആന്റിക്ക് നന്നാവാൻ. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കേ. നന്നാവണോ വേണ്ടോ എന്നേ ഞാൻ തീരുമാനിച്ചോളാം. മക്കള് ചെന്ന് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യും. ശരി. അല്ല, ശ്രേയ എവിടെ? എന്തിനാ? അവളെയും കൂടി ഉപദേശിച്ച് നന്നാക്കാനാണോ? ചോദിച്ചേ ഉള്ളൂ. ശരി, ഞാൻ പോവാ. ചെല്ല്.
എനിക്കിത് എന്തിന്റെ കേടാ? ഒരു കാര്യമില്ലാതെ പോയവനെ പിടിച്ചു നിർത്തി ഉപദേശം കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹാ പോട്ടെ. അല്ല, ശ്രേയ പോയ കാര്യം എന്തായി കാണും? ഇത് മാളൂന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഒരു മൂർത്തി ആവാഹിച്ച പാവയാണിത്. ഇതിൽ നിന്നും ദുർമൂർത്തി മാളൂവിന്റെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതൊക്കെ നടക്കുമോ? നടക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദുർമൂർത്തി മാളുവിന്റെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദുർമൂർത്തി മാളുവിനെ നിയന്ത്രിക്കും. പിന്നെ കൈലാസത്തിൽ നടക്കാൻ പോകുന്നത് പൂരമായിരിക്കും. സൂക്ഷിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ പാവയിലൂടെ തന്നെ നമ്മൾ മാളുവിനോട് പകരം വീട്ടും. ഗംഗയും മാളും ഇതോടെ അവസാനിക്കും. ഗൗരിയുടെ കൂട്ടുപിടിച്ച് ഗംഗ നമ്മളോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടിയിരിക്കും.